ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള പരാമർശത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആ പരാമർശത്തിൽ തെളിവുകൾ പുറത്തുവിടണമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ പോലീസ് കേസെടുത്തില്ല എങ്കിൽ കോടതിയിൽ നേരിട്ട് പോയി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: CPMനെ പോലെ 52 വെട്ടുവെട്ടി കൊല്ലുന്ന ശീലമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. പക്ഷേ നിയമം അതിൻ്റെ വഴിക്ക് പോയി ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പാലക്കാട്ടെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പരാമർശത്തിൽ പരാതി നൽകിയ കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് പറയുന്നത്, ഒരായുധമെടുത്ത് പെരുമാറാനും ഒരായുധമെടുത്ത് യുദ്ധം ചെയ്യാനും തങ്ങളില്ല. പക്ഷേ ഷാഫി പറമ്പിൽ MP പാലക്കാടിൻ്റെ സ്വത്താണ്, പാലക്കാടിൻ്റെ മുത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു MPയെ ഇത്രയും നീചമായി പരിഹസിക്കുകയും അതുപോലെ തന്നെ ഗൗരവകരമായ ചില പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി CPMനുണ്ട് എന്നുള്ളതാണ്. അത് വെറും ഒരു CPM നേതാവല്ല, പാലക്കാട്ടെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് അവിടുത്തെ മുൻ MLA കൂടിയായ ഷാഫി പറമ്പിലിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ തെളിവ് മാത്രം കോൺഗ്രസിനും പൊതുജനമധ്യത്തിലും കിട്ടണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ സുരേഷ് ബാബുവിനെതിരെ ഏതറ്റവും വരെ പോയി നിയമ നടപടി വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ള കർശനമായ തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. വെട്ടിക്കൊല്ലാനും ഇല്ലായ്മ ചെയ്യാനും പഠിച്ച CPM അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു നേതാവിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ തങ്ങൾക്കറിയും എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ CPMന്റെ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ്, പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരെ ഇത്രയും വൃത്തികെട്ട ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും അതിനെതിരെ തിരിഞ്ഞിട്ടില്ല. ഷൈൻ ടീച്ചർക്കെതിരെ വന്ന ആരോപണത്തിന് മണിക്കൂറുകൾ വെച്ച് കേസെടുത്ത് എതിർ അഭിപ്രായം പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നീതിയും ന്യായവും ഷാഫി പറമ്പിലിന് കിട്ടണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ വളരെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്തിട്ടും അതിനെതിരെ നടപടിയില്ല എങ്കിൽ തീർച്ചയായും നിയമ നടപടിയിലേക്ക് പോയി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളതാണ് സതീഷ് പറയുന്നത്. നമുക്ക് സതീഷ് പറഞ്ഞ വാക്കുകൾ കേട്ടു നോക്കാം. പോലീസ് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുമോ? പോലീസ് കേസെടുത്തില്ല, തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഞങ്ങൾ തെളിവ് പുറത്തു വിടണമെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, കോലിട്ടിളക്കി പ്രത്യാഘാതം ഉണ്ടാക്കരുത്. ഞങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. അവസാനത്തെ ആയുധം ഇപ്പോൾ ഇതാണ്. ഇതിലും പരിഹാരമായില്ലെങ്കിൽ, കാരണം ഞങ്ങൾ CPM അല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പോലെ 52 വെട്ടി ശീലമില്ലാത്ത പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ തിരുപ്പാച്ചി അരിവാളെന്ന് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴിയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിൻ്റെ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞതിൽ സുന്ദരികളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സുന്ദരികളും സുന്ദരികളല്ലാത്തവരുമായ സ്ത്രീകളായിട്ട് സ്ത്രീ സമൂഹത്തെ രണ്ടായി വീതിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനോട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണമെന്നും മാത്രമല്ല ഷാഫി പറമ്പിൽ എന്ന ജനകീയ നേതാവിനെ അദ്ദേഹം വളരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത അധിക്ഷേപ പരാമർശം നടത്തിയതിന് ഈ പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനം വരുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. CI സ്ഥലത്തില്ല, അദ്ദേഹം പോലീസ് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. FIR ഇടുന്നെങ്കിൽ CI സ്ഥലത്തില്ല, അദ്ദേഹം തൃശ്ശൂർ പോയിരിക്കുകയാണ് ഒരു ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട്. അതെ, പറഞ്ഞതാണ്. അത് ഞങ്ങൾ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ചില ചാനലിൽ ഞാൻ കണ്ടതാണ് മൂന്നാം കക്ഷി എന്നുള്ളത്. ഞങ്ങൾ പാർട്ടിയാണ്, പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ ഒന്നാം കക്ഷി തന്നെയാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ മൂന്നാം കക്ഷി രാഹുലിൻ്റെ കാര്യത്തിലും കണ്ടില്ല, അതുപോലെ തന്നെ ഷൈൻ ടീച്ചറുടെ കാര്യത്തിലും കണ്ടില്ല.
ഈ ഞങ്ങൾ മൂന്നാം കക്ഷിയായിരുന്നു. അല്ല, ഷൈൻ ടീച്ചർ പരാതി കൊടുക്കുന്ന മുമ്പ് തന്നെ അവർ നടപടിയായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ മറ്റ് നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ മാത്രം അത് കാണുന്നില്ല. ഏതാ? അല്ല, അതിനു മുമ്പ് തന്നെ അവർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയല്ലോ. പക്ഷേ ഇത് ഞങ്ങളുടെ കാര്യത്തിൽ അത് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, പോലീസ് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുമോ? പോലീസ് കേസെടുത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഞങ്ങൾ തെളിവ് പുറത്തു വിടണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, കോലിട്ടിളക്കി പ്രത്യാഘാതം ഉണ്ടാക്കരുത്. ഞങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. അവസാനത്തെ ആയുധം ഇതാണ്. ഇതിലും പരിഹാരമായില്ലെങ്കിൽ, കാരണം ഞങ്ങൾ CPM അല്ലാത്തതുകൊണ്ട്, കോൺഗ്രസ് പ്രസ്ഥാനമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പോലെ 52 വെട്ടി ശീലമില്ലാത്ത പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ തിരുപ്പാച്ചി അരിവാളെന്ന് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴിയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കോടതിയിൽ പോകുമ്പോൾ ഇത്തരത്തിൽ സാധാരണഗതിയിൽ തേർഡ് പാർട്ടി പോകുമ്പോൾ കോടതിയിൽ തിരിച്ചടി അല്ല, ഞങ്ങൾ തേർഡ് പാർട്ടി അല്ല. അല്ല, അത് അദ്ദേഹമായിട്ട് സംസാരിക്കണം. എന്തായാലും ഞങ്ങൾ തേർഡ് പാർട്ടി അല്ല. പാലക്കാട് MLA ആയിട്ട് 13 വർഷക്കാലം പാലക്കാട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പരാതിയുമായി പോയിരിക്കുകയാണ്. ഇനിയും ഇതിലൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഞങ്ങൾ SP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഞങ്ങൾ SPക്കാണ് പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ മൊഴിയെടുക്കാൻ ക്ഷണിച്ചത്. ഇനിയും പരിഹാരമായിട്ടില്ലെങ്കിൽ, അദ്ദേഹത്തിനെതിരെ കർശനമായിട്ടുള്ള വകുപ്പ് എടുത്തില്ലെങ്കിൽ, വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ SP ഓഫീസ് ഉൾപ്പെടെ മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും, ഒരു സംശയമില്ല.